ശത്രുവിനെ ഉന്നം തെറ്റാതെ വീഴ്ത്താൻ ഇന്ത്യയിലേക്ക് ഇസ്രയേലിന്റെ അർബൽ എത്തുന്നു. പുതിയ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ എന്നും ഇസ്രയേൽ മുന്നിലാണ് എന്ന കാര്യം യാതൊരു സംശയവുമില്ലാത്തൊരു സംഗതിയാണ്. ഇപ്പോൾ ഇസ്രയേലിനോട് ഇന്ത്യ ആവശ്യപ്പെടുന്ന ഈ അർബൽ ഇന്ത്യൻ പ്രതിരോധത്തിന് വലിയൊരു കരുത്താകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അത് വളരെ ശക്തമായൊരു ബന്ധം കൊണ്ടുപോവുകയാണ്. പുതിയ തലമുറ ആയുധ സാങ്കേതിക വിദ്യകളിലേക്ക് ഈ പങ്കാളിത്തം വ്യാപിക്കുകയാണ്. പ്രത്യേകിച്ച് ഹാൻഡ് ഹെൽഡ് ആയുധങ്ങളുടെ മേഖലയിൽ കൃത്യതയും ഒപ്പം പ്രവർത്തനക്ഷമതയും കൂട്ടുന്ന പുതിയ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ എന്നും ഇസ്രയേൽ മുന്നിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രയേൽ വെപ്പൺ ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച അർബൽ എന്ന സങ്കീർണമായ ആയുധ സംവിധാനത്തിൽ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ്. CEO ഷുക്കി ഷ്വാർട്സ് നൽകിയ വിവരങ്ങൾ പ്രകാരം ഇന്ത്യയിൽ ഇതിനകം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേലി തോക്കുകളുമായി അർബൽ സംവിധാനം ഭാവിയിൽ സംയോജിപ്പിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അർബൽ എന്ന് പറഞ്ഞാൽ വിശദമാക്കാം. അർബൽ എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു ആയുധ അപ്ഗ്രേഡ് മാത്രമല്ല, അതൊരു സ്മാർട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ഫയർ കൺട്രോൾ സംവിധാനമാണ്. ലക്ഷ്യത്തെ ഷൂട്ടർ കൃത്യമായി അടിക്കുന്ന സമയത്തെ അറിയാൻ സാധിക്കുന്ന ഒരു അൽഗരിതം അടിസ്ഥാനമാക്കിയുള്ള ഒരു സംവിധാനമാണിത്. യുദ്ധ സാഹചര്യങ്ങൾ വരുമ്പോൾ സൈനികർ നേരിടുന്ന സാധാരണമായ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് കനത്ത ശ്വസനം, ക്ഷീണം, മാനസിക സമ്മർദ്ദം, കൈവിറയൽ, ഇതെല്ലാം വെടിവെപ്പിന്റെ കൃത്യതയെ ബാധിക്കുന്ന ചില ഘടകങ്ങളാണ്. എന്നാൽ അർബൽ ആണെങ്കിൽ ഇത്തരം പിശകുകൾ ഉണ്ടായാൽ അതിനെ ഗണ്യമായി കുറയ്ക്കുകയും വെടിയുതിർക്കേണ്ട ശരിയായ നിമിഷം അത് സ്വയം നിർണ്ണയിക്കുകയും ചെയ്യും. ഇതിലൂടെ ലക്ഷ്യത്തിലെത്താനുള്ള സാധ്യത 2 മുതൽ 3 മടങ്ങ് വരെ വർദ്ധിപ്പിക്കാം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അർബൽ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയട്ടെ. അതിന്റെ തത്സമയ ഫയർ മാനേജ്മെന്റ്. ഒരു സാധാരണ ലൈറ്റ് മെഷീൻ ഗണ്ണിന്റെ അടിച്ചമർത്തൽ ശക്തിയോടൊപ്പം റൈഫിൾ ലെവൽ കൃത്യത നൽകാൻ ഇതിന് സാധിക്കും. പ്രത്യേകിച്ച് ലൈറ്റ് മെഷീൻ ഗണ്ണുമായി സംയോജിപ്പിക്കുമ്പോൾ അർബൽ സിസ്റ്റം വെടിവെപ്പിന്റെ കോൺ കുറയ്ക്കുകയും ഹിറ്റ് സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. ഇതിലൂടെ ക്ലോസ് ക്വാർട്ടർ യുദ്ധങ്ങളിൽ, അതുപോലെ മിഡ് റേഞ്ച് ഏറ്റുമുട്ടലുകളിൽ ഒക്കെ സൈന്യത്തിന് വലിയ തന്ത്രപരമായ നേട്ടമാണ് ലഭിക്കുക. ഇന്ത്യൻ സൈന്യത്തിനായി നെച്ചവ് ലൈറ്റ് മെഷീൻ ഗണ്ണുകളുടെ വിതരണം ഇതിനകം പുരോഗമിക്കുകയാണ്. ഏകദേശം 41,000 നെച്ചവ് LMGകൾ വിതരണം ചെയ്യാനുള്ള വലിയൊരു കരാറാണ് നിലവിലുള്ളത്. ഇതിൽ ഒരു പ്രധാന ഘടകമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഈ ആയുധങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നത്. മധ്യപ്രദേശിലുള്ള ഒരു ഇന്തോ ഇസ്രയേൽ സംയുക്ത സംരംഭമുണ്ട്. ആ കേന്ദ്രത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതിനകം 2000 യൂണിറ്റുകൾ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ തോക്കുകളുടെ 50%-ലേറെയും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നത് പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ നയത്തിന് അനുകൂലമാണ്. നെഗവ് LMGയുടെ സാങ്കേതിക ശേഷിയും ശ്രദ്ധേയമാണ്. ഏകദേശം 7.95 കിലോഗ്രാം ഭാരമുണ്ട് ഈ ആയുധത്തിന്. മിനിറ്റിൽ 650 മുതൽ 700 വരെ റൗണ്ട് വെടിയുതിർക്കാനുള്ള കഴിവുണ്ട്. ഇത് സെമി ഓട്ടോമാറ്റിക് മോഡിലും ഫുൾ ഓട്ടോമാറ്റിക് മോഡിലും ഉപയോഗിക്കാൻ സാധിക്കും എന്നതിനാൽ വ്യത്യസ്ത യുദ്ധ സാഹചര്യങ്ങളിൽ അനുയോജ്യമാണ്. കൂടാതെ കുറഞ്ഞ വെളിച്ചത്തിലോ രാത്രിയിലോ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ട്രിറ്റിയം നൈറ്റ് സൈറ്റുകൾ, പിക്കാറ്റിനി റെയിൽ സംവിധാനത്തിലൂടെ ഒപ്റ്റിക്കൽ ഉപകരണങ്ങൾ ഘടിപ്പിക്കാനുള്ള സൗകര്യം, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആയുധം ഹെലികോപ്റ്ററുകൾ, കരസേനാ വാഹനങ്ങൾ, നാവിക കപ്പലുകൾ തുടങ്ങിയ വിവിധ പ്ലാറ്റ്ഫോമുകളിലും ഉപയോഗിക്കാൻ സാധിക്കും. അർബൽ എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ മറ്റൊരു സവിശേഷതയെക്കുറിച്ചുകൂടി പറയാം. നിലവിലുള്ള നെഗവ് പോലുള്ള ആയുധങ്ങളെ എളുപ്പത്തിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ആകുന്നതാണ്. ഏകദേശം 900 ഗ്രാം ഭാരമുള്ള ഒരു ഗ്രിപ്പ് മാറ്റം വഴി തന്നെ ഈ സിസ്റ്റം ഘടിപ്പിക്കാം. ഇതിന്റെ ബിൽറ്റ് ഇൻ ഫയർ കൺട്രോൾ സംവിധാനം യുദ്ധ സാഹചര്യങ്ങൾ അനുസരിച്ച് വെടിവെപ്പ് നിയന്ത്രിക്കുകയും വെടിമരുന്ന് ലാഭിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ദീർഘകാല യുദ്ധ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമതയും സ്ഥിരതയും ഉറപ്പാക്കാൻ സാധിക്കും. ഇന്ത്യ ഇസ്രയേൽ പ്രതിരോധ ബന്ധം ഈ ഒരു വികസനത്തോടെ കൂടുതൽ ആഴത്തിൽ ശക്തമാവുകയാണ്. ഉയർന്ന സാങ്കേതിക വിദ്യയും പ്രാദേശിക നിർമ്മാണ ശേഷിയും ഒന്നിച്ചു വരുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിക്കാൻ ഇടയുണ്ട്. അതേസമയം ഇത്തരം സ്മാർട്ട് ആയുധ സംവിധാനങ്ങൾ യുദ്ധരീതികളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യത ഉള്ളവയാണ്. മനുഷ്യന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പിശകുകൾ, അതിനെയൊക്കെ കുറച്ച് യന്ത്രങ്ങളുടെ കൃത്യത വർദ്ധിപ്പിക്കുന്ന ഈ ഒരു മാറ്റം ഭാവിയിലെ യുദ്ധങ്ങളുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറും. ചുരുക്കത്തിൽ അർബൽ പോലുള്ള സാങ്കേതിക വിദ്യകൾ അത് വെറും ആയുധങ്ങളുടെ ഒരു അപ്ഗ്രഡേഷൻ മാത്രമല്ല, മറിച്ച് ആധുനിക യുദ്ധരീതികളിലേക്കുള്ള ഒരു വലിയ ചുവടുമാറ്റമാണ്. ഇന്ത്യയിൽ തന്നെ ഇത് നിർമ്മിക്കാൻ സാധ്യത ഉള്ളത് രാജ്യത്തിന്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്ക് ഒരു വലിയ നേട്ടമാവുകയും ഭാവിയിലെ സുരക്ഷാ തന്ത്രങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ.